നമുക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്നാണ് കുഞ്ഞിനെ ഒബ്സർവേഷനിലേക്ക് മാറ്റി അല്ലെങ്കിൽ ഇൻക്യുബേറ്ററിലേക്ക് മാറ്റി എന്നതൊക്കെ. ഈ ബേബി ഇൻക്യുബേറ്റേഴ്സ് പണ്ടൊരു ഉഡായിപ്പ് ഡോക്ടറാണ് കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ? ദിസ് ഇസ് എ സ്റ്റോറി ഓഫ് മാർട്ടിൻ എ കൂണി, ദ ഇൻക്യുബേറ്റർ ഡോക്ടർ. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലോകമെമ്പാടും പുതിയതായി ജനിക്കുന്ന കുട്ടികളുടെ സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ഇതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഡോക്ടർ മാർട്ടിൻ എ കൂണി ചൈൽഡ് ഹാച്ചറികൾ കണ്ടുപിടിക്കുന്നത്. എന്നാൽ ഹോസ്പിറ്റൽസ് ഇത് അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫെയറുകളിലും മറ്റുമായിട്ടാണ് കൂണി ഹാച്ചറികൾ വെച്ചത്. പേരൻസിൻ്റെ സമ്മതത്തോടെ കൂണി പുതിയതായി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ അയാളുടെ ഹാച്ചറിയിലേക്ക് എത്തിച്ചു. ഫെയറുകളിൽ ആയതുകൊണ്ട് തന്നെ കൂണി ഇതൊരു എക്സിബിഷനാക്കി മാറ്റി. 25 സെൻസ് കൊടുത്താൽ ആർക്ക് വേണമെങ്കിലും വന്ന് കുഞ്ഞുങ്ങളെ കാണാം. ആൻഡ് ഹൂ ഡസൻ ലവ് എ ബേബി? സ്റ്റീലും ഗ്ലാസും കൊണ്ട് നിർമ്മിച്ച ഈ ഹാച്ചറിയിലേക്ക് കോൺസ്റ്റൻറ്റ് ഓക്സിജൻ സപ്ലൈയും ബേബി കെയറിന് വേണ്ടി നേഴ്സസിനെയും കൂണി വെച്ചിരുന്നു. അങ്ങനെ ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ കൂണി ഇൻക്യുബേറ്റർ ഡോക്ടറായി മാറി. അതിനോടൊപ്പം തന്നെ വിവാദങ്ങളും കൂണിയെ തേടിയെത്തി. തനിക്ക് US മെഡിക്കൽ ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞത് ഒരു കള്ളമാണെന്ന് ജേർണലിസ്റ്റുകൾ കണ്ടെത്തി. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ എക്സിബിഷനിൽ വെക്കുന്നതും ഒരു വിവാദമായിരുന്നു. പക്ഷേ ഈ ഹാച്ചറികൾ ബേബീസിൻ്റെ സർവൈവൽ റേറ്റ് ഏകദേശം 80% വരെയാണ് കൂട്ടിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അവരുടെ കുഞ്ഞുങ്ങളെ കൂണിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നു. കൂണിയുടെ കാലത്ത് ഏകദേശം 7000 കുഞ്ഞുങ്ങളെയാണ് ഇൻക്യുബേറ്റേഴ്സ് മൂലം രക്ഷിച്ചത്. ഇന്ന് എല്ലാ ഹോസ്പിറ്റലുകളിലും ഇതൊരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസാണ്. പക്ഷേ പണ്ട് ഹോസ്പിറ്റലുകളിൽ പോലും അനുവദിക്കാത്ത ഒരു ടെക്നോളജി ആയിരുന്നു അത്. എന്തായാലും ഇൻക്യുബേറ്റർ ഡോക്ടറെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?